ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സമാധാനവും സൗഭാഗ്യവും. ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചന്റെ മൂന്നാം സഭാ വല്ലരിയിൽ വിരിഞ്ഞു വിരാജിക്കുന്ന നറുമലരാണ് ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ എന്ന് നിസ്സംശയം പറയാം. ശുദ്ധ ഫ്രാൻസിസ്കൻ ആധ്യാത്മികതയുടെ കേരളത്തിലെ ആരംഭകനും പ്രചാരകനും തൊമ്മച്ചനാണ്. അദ്ദേഹം അൽമായർക്കായി സമാരംഭിച്ച ഫ്രാൻസിസ്കൻ മൂന്നാം സഭയിലെ തീക്ഷ്ണമതികളും ഫ്രാൻസിസ്കൻ വഴികളെ അളവറ്റ് സ്നേഹിച്ചിരുന്നവരുമായ ഏതാനും മുതിർന്ന സഹോദരിമാരാണ് ക്ലാരസഭയുടെ പ്രാരംഭകരും ആദ്യ അംഗങ്ങളും. നിഷ്ഠയോടെയുള്ള മൂന്നാം സഭാ ജീവിതവും സാധനകളും അവരെ സമ്പൂർണ്ണ ഫ്രാൻസിസ്കൻ സന്യാസ ജീവിതത്തിനായി ഒരുക്കിയിരുന്നു. ദേവദാസൻ തൊമ്മച്ചനിലൂടെ അവർക്ക് ലഭിച്ച ദർശനങ്ങൾ പ്രചോദനാത്മകവുമായിരുന്നു. FCCയുടെ അടിത്തറ കൂടുതൽ ബലപ്പെടുത്താൻ തൊമ്മച്ചന്റെ പ്രബോധനങ്ങൾക്കും മാതൃകയ്ക്കും സാധിച്ചു എന്നതിൽ ഫ്രാൻസിസ്കൻ മൂന്നാം സഭയ്ക്ക് അഭിമാനിക്കാവുന്നതാണ്. FCCയുടെ പ്രാരംഭ ചരിത്രം വേരുകൾ തേടി, പേജ് 21. പാലാ ഭ്രാതൃത്വത്തിലെ അംഗങ്ങളായിരുന്ന ചില ഭക്തസ്ത്രീകൾ 1875 മുതൽ തന്നെ പാലായിൽ ലഭ്യമായ ഒരു കൊച്ചു ഭവനത്തിൽ സമൂഹമായി താമസിച്ച് സന്യാസ ജീവിതം ആരംഭിച്ചിരുന്നു. പാലാപ്പള്ളി ഇടവകാംഗമായിരുന്ന മൂന്നാം സഭാംഗം പഴയ കൊട്ടാരത്തിൽ ഇട്ടിയേപ്പ് ഏതാനും മൂന്നാം സഭാംഗങ്ങളുടെ സഹായത്താൽ നിർമ്മിച്ചു നൽകിയതായിരുന്നു പ്രസ്തുത ഭവനം. ഈ ഭക്തസ്ത്രീകൾ മൂന്നാം സഭാ തലവനായിരുന്ന പുഞ്ചക്കുന്നൽ കുഞ്ഞുലഹന്നാനച്ചന്റെ സംരക്ഷണയിലും തൊമ്മച്ചന്റെ അന്വേഷണത്തിലും മൂന്നാം സഭയുടെ നിയമങ്ങൾ പാലിച്ചും അധ്വാനിച്ചും ഭിക്ഷാടനം നടത്തിയും ജീവിച്ചു പോന്നു. വേരുകൾ തേടി, പേജ് 22. ഈ കാലയളവിൽ പ്രേക്ഷിതത്വത്തിന്റെ നാനാവിധ പാലനത്തിന് ഇവർക്ക് അവസരം ലഭിച്ചിരുന്നു. കുഷ്ഠരോഗിയായ ഒരു സ്ത്രീയെ ശുശ്രൂഷിക്കാനും അവർക്ക് ജ്ഞാനസ്നാനം നൽകാനും ഇവർക്കായി. തുടർ ചരിത്രം പിന്നാലെ പരാമർശിക്കുന്നതാണ്. ഫ്രാൻസിസും ഫ്രാൻസിസ്കൻസും ജീവിതക്രമത്തിലൂടെ ലോകത്തിൽ ക്രിസ്തുവിനെ പുനരവതരിപ്പിക്കുന്നവരാണ്. തൊമ്മച്ചന്റെ കാര്യം ഉത്തമോദാഹരണം. ഈ ചൈതന്യം നെഞ്ചിലേറ്റിയ തൊമ്മച്ചന്റെ ആത്മീയ ഔന്നത്യം ഔദ്യോഗികമായി അംഗീകരിച്ചു കിട്ടാൻ നാം ഇനിയും പ്രാർത്ഥിക്കണം. ആമേൻ.